ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കമ്പനിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് KPI, കീ പെർഫോമൻസ് ഇൻഡെക്സുകളെ കുറിച്ചിട്ടായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ പ്രോപ്പർലി നമ്മളുടെ കമ്പനിയിൽ നമുക്ക് നമ്മളുടെ കണക്കുകൾ നോക്കാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ പറഞ്ഞു, ഒരു KPI എന്ന് പറയുമ്പോൾ ഒരു കാറിന്റെ ഫ്യൂവൽ ഗേജ്, സ്പീഡോമീറ്റർ അല്ലെങ്കിൽ എഞ്ചിൻ ലൈറ്റ് പോലെയാണ്. ഇപ്പൊ ഫ്യൂൽ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന്റെ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ നമ്മളുടെ കമ്പനിയുടെ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ റവന്യൂ കറക്റ്റ് ആവണം. ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാവണം. എങ്കിലും മാത്രമേ നമ്മളുടെ കമ്പനിയുടെ ഫ്യൂച്ചർ കറക്റ്റ് ആവുള്ളൂ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ കമ്പനിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കണക്കുകൾ കാണാൻ പറ്റും. വാനിറ്റി മെട്രിക്സും കാണാൻ പറ്റും, സാനിറ്റി മെട്രിക്സും കാണാൻ പറ്റും. അപ്പൊ വാനിറ്റി മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് നമ്പറുകൾ, അതായത് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് നമ്പറുകളാണ് എന്ന് വാനിറ്റി മെട്രിക്കുകൾ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ടോട്ടൽ സെയിൽസ് റവന്യൂ ഉണ്ട്, വെബ്സൈറ്റ് ക്ലിക്സ് ഉണ്ട്, ഫുട്ഫോൾ ഉണ്ട്. ഇത് നമുക്ക് വലിയ പ്രയോജനമൊന്നും തരുന്നില്ല, പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതേസമയം സാനിറ്ററി മെട്രിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് കൊണ്ട് നമ്മളുടെ കമ്പനിയിൽ പല തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന മെട്രിക്സുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്, കൺവേർഷൻ റേറ്റ് വരുന്നുണ്ട്, കസ്റ്റമർ റീറ്റൻഷൻ വരുന്നുണ്ട്, പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ വരുന്ന വേറൊരു രണ്ട് ടൈപ്പ് കണക്കുകളാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്, ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ എന്താണ് ലാഗിങ് അല്ലെങ്കിൽ എന്താണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്? ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ സക്സസ് ആയോ, നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞു തരുന്നതാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയൊരു ഇവന്റിനെ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ സെയിൽസ് നമ്പേഴ്സ്, ഇതാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. അല്ലെങ്കിൽ ഒരു സെയിൽസ് നമ്പർ, ടോട്ടൽ സെയിൽസ് വാല്യൂ, ഇതിനെയാണ് നമുക്ക് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഇനി ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ സെയിൽസ് വാല്യൂയിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ വാല്യൂ ആണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് വാല്യൂ കൂടണമെങ്കിൽ നമ്മളുടെ എക്സിക്യൂട്ടീവ്സ് എല്ലാ ദിവസവും കസ്റ്റമറിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ എത്ര കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്തു എന്നുള്ളതാണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് ആണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻഡ് റിസൾട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ വാല്യൂ ആണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് ഓഫ് ദ മന്ത് ഞാൻ പറഞ്ഞു. അപ്പം എത്ര കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്തു, എത്ര തവണ കസ്റ്റമേഴ്സിനെ കോൾ ചെയ്തു, ഇതിന്റെ ഈ ഒരു വാല്യൂ ആയിരിക്കും ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സിൽ വരിക. അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ടോട്ടൽ സെയിൽസ് ആയിരിക്കും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ കോളത്തിൽ വരിക. ഇനി ഡെയിലി സെയിൽസ് റവന്യൂ, എല്ലാ ദിവസവും നമ്മളുടെ ഷോപ്പിൽ ഉണ്ടാവുന്ന സെയിൽസിന്റെ റവന്യൂ, അത് ചിലപ്പോൾ 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം. ഇത് ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. എല്ലാ ദിവസത്തെയും ഫുട്ഫോൾ, എല്ലാ ദിവസവും എത്ര കസ്റ്റമേഴ്സ് നമ്മളുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പേര് നമ്മളുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പ്രൊജക്ട് കംപ്ലീഷൻ റേറ്റ്, ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പം ഓരോ ദിവസവും എത്ര ലേബർ നമ്മളുടെ കമ്പനിയിൽ അറ്റൻഡ് ചെയ്തു, എത്ര പേര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു, ഇത് ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ്. കാരണം ഈ ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ് പ്രൊജക്ട് കംപ്ലീഷൻ ഡേറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ കമ്പനിയിൽ അളക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മളുടെ കമ്പനിയിൽ നമ്മൾ അളക്കേണ്ടത്. 4 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, വാല്യൂ ഫോക്കസ് ചെയ്യേണ്ടത്. അതില് നമ്മളുടെ ക്യാഷ് എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റണം. നമ്മളുടെ ഫിനാൻസ്,
രണ്ടാമത്തെ കാര്യം നമ്മളുടെ മാർക്കറ്റിംഗ്. എത്ര പേരിലേക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് എത്തുന്നുണ്ട്, മാർക്കറ്റിംഗ് എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ. സോ ആ മാർക്കറ്റിങ്ങിനെ നമുക്ക് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഓപ്പറേഷൻസ്, നമ്മളുടെ കമ്പനിയിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഇന്റേണൽ ഓപ്പറേഷൻസ് നമുക്ക് ന്യൂമറിക്കലി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ആ കണക്ക് നമുക്ക് നോക്കാൻ പറ്റണം. അതുപോലെ നാലാമത്തെ കാര്യമാണ് നമ്മളുടെ മാൻ പവർ. നമ്മളുടെ വർക്ക് ഫോഴ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ന്യൂമറിക്കലി കണക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ആ കണക്ക് നമുക്ക് നോക്കാൻ പറ്റണം, നമുക്ക് അവരെ അളക്കാൻ പറ്റണം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി നമ്മളുടെ കമ്പനിയിൽ അളക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മളുടെ കമ്പനിയുടെ ഫിനാൻസ് ആണ്, രണ്ടാമത്തത് ഓപ്പറേഷൻസ് ആണ്, മൂന്നാമത്തത് മാർക്കറ്റിംഗ് ആണ്, നാലാമത്തത് മാൻ പവർ ആണ്. ഇത്രയും കാര്യങ്ങളുടെ കണക്ക് ഡെയിലി നിങ്ങൾക്ക് നോക്കാൻ പറ്റണം. ഈ ആക്ടിവിറ്റീസിനെയൊക്കെ കണക്കിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ആ വാല്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്ന വാല്യൂ ആണ് ക്യാഷ് ഫ്ലോ, അതായത് ഫിനാൻസ് KPI. നമുക്ക് എത്ര പണം വരുന്നുണ്ട് എന്നുള്ളതിന്റെ KPI. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ KPIയിൽ നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്ര പണം വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, എത്ര ക്രെഡിറ്റ് ഉണ്ട് പോലുള്ള കാര്യങ്ങളാണ് ഈ ഫിനാൻസ് KPIs അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ KPIസിൽ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന KPI ആണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. അതായത് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് അളക്കുന്ന മെട്രിക്, അളക്കുന്ന അളവ്. അപ്പൊ ഈ അളവ് നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഓരോ പ്രൊഡക്റ്റിന്റെയും ഗ്രോസ് മാർജിൻ നമുക്ക് അളക്കാൻ പറ്റണം. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ സ്ഥാപനത്തില് ഞാൻ ബുക്സ് ആണ് വിൽക്കുന്നത്, അല്ലെ ഒരു ഷർട്ട് ആണ് വിൽക്കുന്നത്. ഷർട്ട് തയ്ച്ച് വിൽക്കുകയാണെന്ന് വിചാരിക്കുക, ടൈലറിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് ഒരു ഷർട്ടിന്റെ വില ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന 1000 രൂപയാണ്. ആ ഷർട്ട് തയ്ക്കാനായിട്ട് എനിക്ക് വരുന്ന കോസ്റ്റ് 600 രൂപയാണ്. സോ അവിടെ എന്റെ ഗ്രോസ് മാർജിൻ എന്ന് പറയുമ്പോൾ 400 രൂപയാണ്. അതിനെ എനിക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ 40%. അപ്പൊ ഈ ഗ്രോസ് മാർജിൻ എന്ത് ചെയ്യണം, നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ അതിന്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. ഇതൊരു മാസത്തെ ഗ്രോസ് മാർജിൻ കണ്ടുപിടിക്കുന്നതാണ്, ഒരു മാസത്തെ. അതായത് ഒരു മാസത്തെ ടോട്ടൽ സെയിൽസ് ഇത്രയുമാണ്. അതിനകത്ത് ആ ഗുഡ്സ് വിൽക്കാനായിട്ട് എടുത്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഒരു മാസത്തെ വോൾ പ്രൊഡക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓരോരോ പ്രൊഡക്റ്റിന്റെ മാർജിനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പം എന്തിനാണ് നമ്മൾ ഈ ഗ്രോസ് മാർജിൻ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഗ്രോസ് മാർജിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൈസിങ് ഡിസിഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. പ്രൈസ് നമുക്ക് കൂട്ടണോ വേണ്ടയോ എന്ന് അറിയാൻ പറ്റും. ഒരു ഷർട്ടിന് ഞാൻ എൻ്റെ ഷോപ്പിൽ വിൽക്കുന്ന മാർജിൻ 40%. പക്ഷെ ഒരു ഷർട്ടിന്റെ യഥാർത്ഥ മാർജിൻ മറ്റു കടക്കാരൊക്കെ വിൽക്കുന്നത് 60-70%, 50%-ത്തിലൊക്കെയാണ് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്റെ പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രൈസിന്റെ ഭാഗത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്കൗണ്ട് ഡിസിഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ വില, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാർബിൾ നമ്മളുടെ കടയിലേക്ക് മേടിച്ചു വെക്കാനായിട്ട് നമുക്ക് 80 രൂപ ചെലവ് വരുന്നുണ്ട്. നമ്മളുടെ കടയിലേക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഫ്രൈറ്റ് പോലുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ഷോപ്പിൽ കൊണ്ട് വെക്കാനായിട്ട് നമുക്ക്
80 രൂപ ചെലവ് വരുന്നുണ്ട് എന്ന് വെക്കുക. ഈ 80 രൂപയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് 100 രൂപയാണ്. പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് 100 രൂപയാണ്. പെർ സ്ക്വയർ ഫീറ്റ് 80 രൂപ ചെലവ് വരുന്ന സാധനം, പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് 100 രൂപയാണ്. അവിടെ ഏകദേശം 20% നമുക്ക് എന്തുണ്ട്, മാർജിൻ ഉണ്ട്, ഗ്രോസ് മാർജിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ 20%, അതായത് 100 രൂപയ്ക്ക് നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഈ 100 രൂപ എന്നുള്ളത് 90 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കാൻ തുടങ്ങി. എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഈ 90 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 100 എന്നുള്ളത് 90-ലേക്ക് വന്നു. അതായത് നിങ്ങളുടെ മാർജിൻ 20% നിങ്ങളുടെ മാർജിൻ 10%-ലേക്ക് ചുരുങ്ങി. മാർജിൻ നേരെ പകുതിയായി. ഇനിയും നേരത്തെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ഇവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ഇരട്ടിയാക്കണം. സെയിൽസ് ഇരട്ടിയാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാൻ പവർ ഇരട്ടിയാക്കണം, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എഫേർട്ട് ഇരട്ടിയാക്കണം. അതൊരിക്കലും ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരില്ല. അതായത് നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ നിങ്ങളുടെ എഫേർട്ട് ഇരട്ടിയാക്കണം. അതൊരിക്കലും എന്ത് സംഭവിക്കില്ല, നേരത്തെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരു റിസൾട്ട് പോലും ചിലപ്പോൾ തരണമെന്നില്ല. അപ്പോ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് കൊടുക്കണോ വേണ്ടയോ എന്ന് എന്ത് പറയുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ പറയുന്നുണ്ട്. അതുപോലെ സോഴ്സിംഗ് ഡിസിഷൻ നോക്കിയേ, ഇവിടെ ടോട്ടൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ എടുക്കുന്ന കോസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കോസ്റ്റ് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അപ്പൊ കോസ്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഒന്നെങ്കിൽ നമ്മളുടെ മാൻ പവറിൽ കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നിടത്തു നിന്ന് കുറയ്ക്കാൻ പറ്റണം. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ അത് കണ്ടുപിടിച്ച് അത് കുറയ്ക്കാനൊക്കെ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുന്ന വഴി, അല്ലെ ഈ ഫോർമുല വെക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മളുടെ കോസ്റ്റ് സോഴ്സിങ്, അതായത് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുതലാണോ, മറ്റെവിടെന്നെങ്കിലും നമ്മളിത് സോഴ്സ് ചെയ്യണോ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നമ്മളുടെ കമ്പനിയിൽ ഒരുപാട് സ്ഥലം എടുക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഓണറാണ്. നിങ്ങൾ ഒരുപാട് അരി നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് മേടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള പ്രൊഡക്റ്റൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അരിയിൽ നിന്ന് നിങ്ങൾക്ക് 2-3% മാർജിൻ മാത്രമേ കിട്ടുന്നുള്ളത് നിങ്ങൾ ഈ ഫോർമുല വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അരി എന്നുള്ള പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിന്റെ മാർജിൻ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റണം. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റില് ഏതാണ് നമ്മളുടെ സ്ഥലം, നമ്മളുടെ മാൻ പവർ കൂടുതൽ എടുക്കുന്നത് എന്നത് നമുക്ക് കൂടുതൽ മാർജിൻ തരാത്ത പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമ്മളെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മാസത്തെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അവിടെയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇന്ന് രണ്ട് ഇതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് പോലെ തന്നെ. അപ്പം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്തൊക്കെ വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തേ? അവിടെ നമ്മൾ ടോട്ടൽ സെയിൽസ്, ആ ടോട്ടൽ സെയിൽസ് ചെയ്യാനായിട്ടുള്ള ഒരു കോസ്റ്റ് മാത്രമാണ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി.
ഇനി ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ എല്ലാ മാസവും ഒരു ഡേ ടു ഡേ ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സാലറി കൊടുക്കേണ്ടത് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ നമുക്ക് റെന്റ് അടയ്ക്കേണ്ടി വരും. ഒരു ലോൺ എടുത്തു, ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം കുറച്ചതിന് ശേഷം, ഇതെല്ലാം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചതിന് ശേഷം കിട്ടുന്ന ഒരു വാല്യൂ ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പം നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100 ആണ് നെറ്റ് മാർജിൻ. ഓക്കെ, അപ്പൊ നെറ്റ് മാർജിൻ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, നമുക്കൊരു ലീക്കേജ് ടെസ്റ്റ് നമ്മളുടെ കമ്പനിയിൽ നടത്താൻ പറ്റും. അതായത് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് 30% ആണ്, പക്ഷെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 2% നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിങ്ങൾ 30% കാൽക്കുലേറ്റ് ചെയ്ത് 30% മാർജിൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നപ്പോൾ 2% മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള പൈസ ഉള്ളത്. ടോട്ടൽ ചെലവിന്റെ 2%. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ വളരെ അടിപൊളിയാണ്, അതിന് നല്ല സെയിൽസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങളുടെ ഓഫീസ് മാനേജ്മെന്റിലാണ്. അത് ടു എക്സ്പെൻസീവ് ആണ്. ആ എക്സ്പെൻസ് കുറയ്ക്കാൻ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ചെയ്യണം. അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് 10%, നെറ്റ് പ്രോഫിറ്റ് 2%. നോക്കിയാൽ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റും കുറവാണ്, നെറ്റ് പ്രോഫിറ്റും കുറവാണ്. അതിനർത്ഥം നിങ്ങളുടെ ബിസിനസ് മോഡൽ കറക്റ്റ് ആയിട്ടല്ല അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കറന്റ് പ്രൊഡക്റ്റിന്റെ മാർജിൻ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റണം. സോ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെപ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ് ഈ EMIs, ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് നമുക്ക് EMIയോ ഇൻട്രസ്റ്റ് റേറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആദ്യം തീർക്കാൻ പറ്റണം. പുതിയ ലോണോ EMIയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ പുതിയൊരു ലോൺ വന്നു കഴിഞ്ഞാൽ, EMI വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കുറയും എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് വേണം നമ്മളൊരു ബാങ്ക് ലോണിലേക്ക് പോകാൻ. പിന്നെ എക്സ്പാൻഷൻ, നമ്മളുടെ കമ്പനിയിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ സ്ട്രോങ് ആയിരിക്കണം. ഒരു 20-30% നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മളൊരു എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാവൂ. അപ്പൊ 10% മുതൽ 15% വരെ ബ്രാഞ്ച് 1ൽ നിന്ന് നമുക്ക് ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം, ഇവിടെ 15% എന്ന് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും മാത്രമേ നമ്മളൊരു ബ്രാഞ്ച് 2 എടുക്കുന്ന കാര്യം ആലോചിക്കാവൂ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ഓണേഴ്സിനും അയാൾ ചെയ്യുന്ന ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾക്കൊരു സാലറി കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റണം. എല്ലാ ഓണേഴ്സിനും എല്ലാ മാസവും ഒരു ഫിക്സഡ് സാലറി അയാൾക്കുണ്ടായിരിക്കണം. അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് മൈനസ് ചെയ്തിട്ട് വേണം നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഈ 2 മെട്രിക്കുകളാണ്. ഈ 2 മെട്രിക്കുകൾ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയാവുന്ന മെട്രിക്കുകളായിരിക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് തന്നെ പോയിട്ട് ഈ 2 കാര്യങ്ങളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമ്പനിയിൽ ഇരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിന്റെയും ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കഴിഞ്ഞ മാസത്തെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കഴിഞ്ഞ മാസത്തെ നെറ്റ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ 2 കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നാളെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്യാഷ് ഫ്ലോ KPIs കൂടെ നോക്കാം. ഓക്കെ.
സോ താങ്ക് യു വെരി മച്ച്. പ്രശാന്ത് സാറേ, ഹലോ ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.